നമസ്കാരം. കരിമണൽ കേസിൽ വീണക്കമ്പികൾ വലിഞ്ഞു മുറുകുമ്പോൾ അതിൽ തൊട്ടുമീട്ടാൻ തങ്ങളെ കിട്ടില്ലെന്ന തന്ത്രപരമായ നിലപാടെടുക്കുകയാണ് കോൺഗ്രസ്. മുഖ്യമന്ത്രിയുടെ മകളും മന്ത്രി റിയാസിന്റെ ഭാര്യയുമായ വീണ വിജയൻ ഒരു പണിയുമെടുക്കാതെ 1.72 കോടി രൂപ കൈപ്പറ്റി എന്ന കേസിൽ കമ്പനിയുടെ പേരിലല്ലാതെ എങ്ങനെ പണം വാങ്ങിയെന്ന് ചോദിച്ചപ്പോൾ ചോദ്യങ്ങൾക്ക് വ്യക്തതയില്ലെന്ന് പറഞ്ഞ വീണ വിജയനെതിരെ രജിസ്ട്രാർ ഓഫ് കമ്പനീസ് അന്വേഷണം ആവശ്യപ്പെട്ടതോടെ കരിമണൽ കേസ് വഴിത്തിരിവിലെത്തി. മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയൻ കമ്പനിയുടെ പേരിലല്ലാതെ വ്യക്തിപരമായി CMRL നിന്നും പണം കൈപ്പറ്റിയതിനെയും ചോദ്യം ചെയ്ത് രജിസ്ട്രാർ ഓഫ് കമ്പനീസ് റിപ്പോർട്ട് സമർപ്പിച്ചതിനെ രാഷ്ട്രീയമായി നേരിടുമെന്ന നിലപാടിലാണ് CPM. 55 ലക്ഷം രൂപ സ്വന്തം അക്കൗണ്ടിലേക്ക് വന്നതിനെക്കുറിച്ചുള്ള വീണയുടെ വിശദീകരണം തൃപ്തികരമല്ലെന്നാണ് ബംഗളൂരു ROCയുടെ കണ്ടെത്തൽ. അതേസമയം ROCയുടെ ചോദ്യങ്ങൾക്ക് വ്യക്തതയില്ലെന്നായിരുന്നു വീണയുടെ മറുപടി. വീണയുടെ അക്കൗണ്ടിലേക്ക് എങ്ങനെ പണം എത്തി? കമ്പനിയുടെ പേരിലല്ലാതെ എങ്ങനെ പണം കൈപ്പറ്റിയെന്നാണ് ROCയുടെ ചോദ്യം. 55 ലക്ഷം രൂപ കിട്ടിയത് എങ്ങനെയാണ്? എന്നാൽ സ്വന്തം നിലയിൽ നൽകിയ സോഫ്റ്റ്വെയർ സേവനത്തിനാണെന്ന് വീണ മറുപടി പറയുന്നുണ്ട്. ഇതിനായി പ്രത്യേക കരാറില്ലെന്നും വീണയുടെ മറുപടിയിലുണ്ട്. നേരത്തെ ആദായ നികുതി വകുപ്പ് ഇൻറ്ററിം സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ വിധി വന്നപ്പോൾ വീണയുമായും എക്സാലോജിക്കുമായും പ്രത്യേകം കരാറുണ്ടെന്നായിരുന്നു വാർത്തകൾ പുറത്തു വന്നത്. എന്നാൽ ഇപ്പോൾ താനുമായി കരാറില്ലെന്നും കമ്പനിയുമായി മാത്രമേ കരാറുള്ളൂ എന്നാണ് ഇപ്പോൾ വീണ പറയുന്നത്. വീണയുടെ മറുപടി തൃപ്തികരമല്ലെന്നാണ് നിലവിലെ അന്വേഷണ റിപ്പോർട്ട്. ചോദ്യങ്ങൾക്ക് വ്യക്തതയില്ലെന്ന് പറഞ്ഞ വീണ ചോദ്യങ്ങൾക്ക് ആധാരമായ രേഖകളുടെ വിവരം തന്നാൽ തുടർ മറുപടി നൽകാം എന്നാണ് പറയുന്നത്. അതേസമയം CMRL എക്സാലോജിക് ഇടപാടിൽ മാത്രമല്ല ROC ക്രമക്കേട് ചൂണ്ടിക്കാട്ടുന്നത്. എക്സാലോജിക്കിന് സോഫ്റ്റ്വെയർ സർവീസ് എന്ന പേരിൽ പ്രതിമാസം 3 ലക്ഷം രൂപ കിട്ടിയതിനു പുറമെ വീണയുടെ അക്കൗണ്ടിലേക്ക് പണം എത്തിയതിലാണ് ROC സംശയമുന്നയിച്ചത്. ആദായ നികുതി ഇൻറ്ററിം സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ ഉത്തരവ് ചൂണ്ടിക്കാട്ടിയായിരുന്നു ബംഗളൂരു ROCയുടെ ചോദ്യം. നിലവിൽ സ്വന്തം നിലയിൽ സോഫ്റ്റ്വെയർ കൺസൾട്ടൻസി സേവനം നൽകാനാകുന്ന IT പ്രൊഫഷണലാണ് താനെന്നായിരുന്നു വീണയുടെ മറുപടി. അത്തരം സേവനമാണ് CMRLന് നൽകിയത്. പക്ഷേ ഇതിനായി പ്രത്യേക കരാറില്ലെന്ന് വീണ സമ്മതിക്കുന്നുണ്ട്. ഇങ്ങനെ കൈപ്പറ്റിയ പണത്തിന് നികുതി അടച്ചിട്ടുണ്ടെന്നും മറുപടിയിലുണ്ട്. വീണയാണോ എക്സാലോജിക്കാണോ CMRLന് സേവനം നൽകിയത്, എന്തൊക്കെ സേവനം നൽകി എന്നീ കാര്യങ്ങളിലെ മറുപടികളിൽ തൃപ്തികരമല്ലെന്നാണ് ROC പറയുന്നത്. വീണയും കമ്പനിയും നൽകിയ മറുപടികൾ തള്ളിയാണ് കമ്പനി ഇടപാടുകളിലെ തട്ടിപ്പിനും രേഖകളിൽ കൃത്രിമത്വം കാണിച്ചതിനും എതിരായ വകുപ്പുകൾ ചുമത്താമെന്ന് ROC കണ്ടെത്തിയത്. കരിമണൽ കേസ് വീണയ്ക്കും പിണറായി വിജയനും മുഹമ്മദ് റിയാസിനും തലവേദനയാകുമെന്ന സൂചനകളാണ് പുറത്തു വരുന്നതെങ്കിലും അതൊന്നും കൃത്യമായ അന്വേഷണത്തിലേക്കും നടപടിയിലേക്കും കടക്കില്ലെന്നാണ് കോൺഗ്രസ് നേതാക്കൾ പങ്കുവയ്ക്കുന്ന അഭിപ്രായം. മുഖ്യമന്ത്രിയുടെ മകൾക്ക് വേണ്ടി തൃശൂർ ലോക്സഭാ മണ്ഡലം CPM കുരുതി കൊടുക്കുമെന്ന ആരോപണവുമായാണ് കെ മുരളീധരൻ MP രംഗത്ത് വന്നത്. തൃശൂരിൽ CPIയെ കുരുതി കൊടുക്കും. മോദിക്ക് മുന്നിൽ മുഖ്യമന്ത്രി അനുസരണയുള്ള കുട്ടിയായി മാറി. CPM BJP അന്തർധാര ഇതോടെ തെളിഞ്ഞുവെന്നൊക്കെയാണ് കെ മുരളീധരൻ പറഞ്ഞത്. വീണ വിജയന്റെ കമ്പനിക്കെതിരെ കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം വേണം. നിയമപരമായി നേരിടുമെന്ന് എന്താണ് CPM പറയാത്തതെന്നും മുരളീധരൻ ചോദിച്ചു. സമാനമായ ആരോപണം ഇന്നലെ പ്രതിപക്ഷ നേതാവ് VD സതീശനും ഉന്നയിച്ചിരുന്നു. തൃശൂർ സീറ്റ് BJPക്ക് അനുകൂലമാകാൻ എക്സാലോജിക്ക് കരുവന്നൂർ കേസുകളിൽ സെറ്റിൽമെൻറ്റ് നടക്കുമെന്ന് സംശയിക്കുന്നുണ്ടെന്നായിരുന്നു പ്രതിപക്ഷ നേതാവിൻ്റെ ആരോപണം. എക്സാലോജിക്കിനെതിരായ ROC റിപ്പോർട്ടിൽ മുഖ്യമന്ത്രി പറഞ്ഞത് പച്ചക്കള്ളമാണെന്ന് തെളിഞ്ഞു. എക്സാലോജിക്ക് വാദം ശരിവെക്കുന്ന ഒരു രേഖയും നൽകിയില്ല. CBIയും EDയും അന്വേഷിക്കേണ്ട കേസാണ് ഇതെന്നാണ് റിപ്പോർട്ട്. CBI ED അന്വേഷണം വേണം. കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം നടക്കണം. കോർപ്പറേറ്റ് മന്ത്രാലയം മാത്രം അന്വേഷിച്ചിട്ട് എന്ത് കാര്യം? എന്നിട്ടും കോർപ്പറേറ്റ് മന്ത്രാലയം അന്വേഷണത്തിനാണ് ഉത്തരവിട്ടത്. ഇത് സംഘപരിവാറുമായുള്ള ബന്ധത്തിൻ്റെ തെളിവാണ്. സംഘപരിവാറും കേരളത്തിലെ CPMും തമ്മിൽ അവിഹിത ബന്ധമുണ്ട്. ഇടയ്ക്ക് വൻ പോരാട്ടമാണ്. അത് ജനങ്ങളെ കബളിപ്പിക്കാനാണ്. CBI തെറ്റായ വഴിയിൽ അന്വേഷണം കൊണ്ടുപോയാൽ പ്രതിപക്ഷം സർക്കാരിനൊപ്പം നിൽക്കും. അധികാരം ദുർവിനിയോഗം ചെയ്യാനോ സെറ്റിൽമെൻറ്റിനോ അനുവദിക്കില്ല. ലൈഫ് മിഷൻ കേസിൽ മുഖ്യമന്ത്രിയിലേക്ക് അന്വേഷണം എത്തിയില്ലല്ലോ. അന്വേഷണം നടത്തേണ്ടത് ബന്ധപ്പെട്ട ഏജൻസികളാണ്. അന്വേഷണത്തെ സ്വാഗതം ചെയ്യുന്നു എന്ന CPM മറുപടി ക്ലീഷയാണെന്നും സതീശൻ കൂട്ടിച്ചേർത്തു. കള്ളപ്പണം വെളുപ്പിക്കൽ ഉൾപ്പെടെ EDക്കും CBIക്കുമൊക്കെ മേയാൻ അവസരമുള്ള കേസ് തൃശൂർ പിടിക്കാനുള്ള തുറുപ്പ് ഷീട്ടായി BJP ഉപയോഗിക്കുമോ എന്ന് കാത്തിരുന്ന് കാണാം.